ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എണ്ണ കാച്ചിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വീട്ടിൽ മുറ്റത്തൊക്കെ നിൽക്കുന്ന തെറ്റിയില്ലേ, നല്ല ചുമന്ന തെറ്റി, പിന്നെ കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുന്നത് കൊണ്ട് 2 ഉപയോഗങ്ങളുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തെറ്റിയും ഒന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുക. നന്നായിട്ട് ഉണക്കി എടുക്കേണ്ട. ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചേക്കുന്ന തെറ്റിയാണ്. എല്ലാ ദിവസവും ഒന്നും തെറ്റിപ്പോൾ വിരിഞ്ഞ് നിൽക്കില്ലല്ലോ. നമ്മളിവിടെയൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതെല്ലാം കൂടെ ഉണക്കിയെടുത്ത് അതൊന്ന് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതൊന്ന് അരഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു പിടി ബദാം അത് നന്നായിട്ട് അടിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ കാശ്മീരി കുങ്കുമപ്പൂവാണ്, നല്ല കുങ്കുമപ്പൂവാണ്. ഇതും ആഡ് ചെയ്ത് ഒരു 3-4 സ്പൂണ്, ചെറിയ സ്പൂണില്ലേ അത്രയും വരുന്ന രീതിയിൽ പാൽ, നല്ല പശുവും പാലും ചേർക്കാം. അതും ചേർത്ത് നന്നായിട്ട് കുഴമ്പ് പോലെ അരച്ചെടുക്കണം. ഈ അരപ്പ് നമുക്കൊരു നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ നോക്കി വാങ്ങാനിരിക്കണം. ഏറ്റവും നല്ലത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയോ ആയിരിക്കും. ഇവിടെ ഇപ്പം തേങ്ങയൊക്കെ നമ്മൾ പുറത്തുനിന്നാണ്, അപ്പോൾ ഇതെല്ലാം ഒരേപോലെ തന്നെ. അച്ഛൻ ലക്ഷദ്വീപുകാരുടെ ആ ഒരു ഓയിലാണ് ഞാൻ മേടിപ്പിച്ചത് അച്ഛനെ കൊണ്ടേ. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. കൊക്കോ ലക്ഷ എന്ന് പറയുന്ന ഒരു ഓയിൽ. പക്ഷെ വളരെ നല്ല ഓയിലാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. കെമിക്കലൊന്നും ആഡഡ് അല്ല എന്നാണ് പറയുന്നത്. അത് വിശ്വാസത്തിൽ കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇതാണ് മേടിച്ചത്. ഇളയ മോന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കാച്ചുന്നത്. ഇളയാക്കും മൂത്താക്കും എനിക്കും എല്ലാം. എല്ലാവരും ഇച്ചിരി കുളിക്കുന്നതിന് മുമ്പൊക്കെ തേക്കുന്നത് നല്ലതല്ലേ. ഇത് തേച്ചാൽ വെളുത്ത് പാറാം എന്നൊന്നുമല്ല, നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റേൺ ആവും, ബ്രൈറ്റൺ ആവും. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ടെക്സ്ചർ വരും നമ്മുടെ സ്കിന്നിന്. ഭയങ്കര ചേഞ്ച്, നമുക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. പാടൊക്കെ പോയിട്ട് നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ എണ്ണ തേച്ച് ഒരുപാട് നേരം നിന്നിട്ട് കുളിച്ചാൽ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഇട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ഇരുന്നിട്ട് പോയി കുളിക്കുന്നത് നല്ലതാണ്. അല്ല ഒരു ദിവസം ഫുള്ളൊക്കെ തേച്ചിരുന്നിട്ട് പോയി കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ ഇല്ലേ, അതെല്ലാം വരാതെ നല്ല ക്ലിയർ, ഇതുപോലെ ക്ലിയർ ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് കാച്ചി എണ്ണ കറക്റ്റാണ്. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളില്ല. അതിനെത്തിട്ട് നമ്മൾ തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച കുപ്പിയിൽ തന്നെയാണ് മാറ്റുന്നത്. അതിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, നല്ലോണം ഉണങ്ങിയതാണെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. നല്ലോണം ഉണക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് ഷേക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം ഇങ്ങനെ ഷേക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അരിച്ച് വേറൊരു കുപ്പിയിലോട്ട് വരാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. അത് നമ്മുടെ ചോയ്സാണ് അതല്ല. അതുപോലെ നമ്മൾ 1 ലിറ്റർ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം 3/4 അരയൊക്കെ കിട്ടത്തുള്ളൂ. എങ്കിലും കിട്ടുന്നത് നല്ലതാണ്. നമുക്ക് ഉപയോഗിച്ചാൽ നല്ല മാറ്റങ്ങൾ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.